ഈ പുഴയും കടന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ കാവേരി ആണെങ്കിൽ ധന്യനെയും കൂട്ടിയിട്ട് റിസോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ എത്തുമ്പോൾ തന്നെ ആദ്യം വരുന്നത് അഫ്സലായിരിക്കും. അങ്ങനെ അഫ്സലാണെങ്കിൽ ധന്യനെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, ധന്യ നിന്നോട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞല്ലേ, പിന്നെ നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുമ്പോൾ കാവേരി ആണെങ്കിൽ കയറി ഇടപെടുകയാണ് കേട്ടോ. അതെങ്ങനെയാണ് നിങ്ങൾ പോകാൻ പറഞ്ഞാൽ ഉടനെ പോകാൻ പറ്റുമോ? ഞാനേ ഇവിടുത്തെ മേഡത്തെ കാണാൻ വന്നതാണ്, നിങ്ങൾ ചെല്ലി മേഡത്തെ ഇങ്ങോട്ടേക്ക് വരാൻ പറയാമെന്ന് പറയണ്ട. അങ്ങനെ അഫ്സലാണെങ്കിൽ ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് രാജേശ്വരി വരുന്നുണ്ട്. അങ്ങനെ രാജേശ്വരി വന്നിട്ട് ധന്യയോട് ചോദിക്കണം കേട്ടോ, നിന്നോട് ഞാൻ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞില്ലേ, നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടതല്ലേന്ന് ചോദിക്കുക. അപ്പോൾ കാവേരി തിരിച്ച് ചോദിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ പിരിച്ചു വിടുമ്പോഴത്തേക്ക് പോകാനായിട്ട് ഇത് പട്ടിയും പൂച്ചയൊന്നുമല്ല, ഇവിടെ ഓരോ മനുഷ്യർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്. എന്ത് കാരണം പറഞ്ഞിട്ടാണ് നിങ്ങൾ ധന്യെ ഇവിടെ നിന്ന് പിരിച്ചു വിട്ടത്? ഈ ലോകത്ത് സ്വാതന്ത്ര്യം കിട്ടിയതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പോൾ രാജേശ്വരി തിരിച്ച് ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഇതേ എൻ്റെ റിസോർട്ടാണ്, ഇവിടെ ആരെ ജോലിക്ക് നിർത്തണം ആരെ പിരിച്ചു വിടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാന്ന് പറയാം കേട്ടോ. അപ്പോൾ കാവേരി പറയണം, അതൊന്നും ശരിയാവില്ല, ജോലിക്ക് പിരിച്ചു വിടുമ്പോഴേ അതിന് മതിയായ കാരണങ്ങളാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ മുഴുവൻ രേഖയും അവളുടെ കാരണത്ത് പറഞ്ഞിട്ടുണ്ട്, അവളെ അടിക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാജേശ്വരി പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് ബഹളം വയ്ക്കുകയാണെങ്കിലേ ഞാൻ പോലീസിനെ വിളിക്കേണ്ടി വരും എന്ന് പറയണം കേട്ടോ. അപ്പോൾ കാവേരി പറയാണ്, എന്നാൽ പിന്നെ അത് കുറച്ചുകൂടി സൗകര്യമായി, കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണ്ടല്ലോ, നിങ്ങൾ പോലീസിനെ വിളിക്കുക. നിങ്ങളുടെ കൈരേഖ മൊത്തം അവളുടെ കാരണത്തുണ്ടല്ലോ, അത് കാണിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ രാജേശ്വരി വീണ്ടും ചോദിക്കണം, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? അപ്പോൾ ധന്യെ തിരിച്ച് ജോലിക്ക് എടുക്കണമെന്നും അവളെ തല്ലിയതിന് മാപ്പ് പറയണമെന്നും പറയാൻ കേട്ടോ. എന്നാൽ ഇതെല്ലാം അപ്പുറത്ത് മാറി നിന്നിട്ട് നിവിന് കാണുന്നുണ്ട്. അങ്ങനെ കാവേരി ആണെങ്കിൽ മാപ്പ് പറയണമെന്ന് പറയുമ്പോൾ നിവിൻ പറയാണ്, മാപ്പ് പറയാനോ എൻ്റെ അമ്മയോ? ഈ ജീവിതത്തിൽ ഇന്നേ വരെ എൻ്റെ അമ്മ ആരോടും മാപ്പ് പറഞ്ഞിട്ടില്ല. രാജേശ്വരി പറയാണ്, ധന്യെ ഞാൻ ഇവിടെ തിരിച്ച് ജോലിക്ക് എടുക്കുകയാണെന്ന് പറയണം കേട്ടോ, ഞാൻ അവളെ പിരിച്ച് വിട്ടിട്ടില്ല എന്ന് പറയണം. അങ്ങനെ കാവേരി ആണെങ്കിൽ ജയിച്ചു എന്നുള്ള മട്ടിൽ സ്കൂട്ടി എടുത്ത് തിരിച്ചിട്ട് ധന്യയും കൂട്ടി പോവുകയാണ്. ആ സമയത്താണെങ്കിൽ രാജേശ്വരി പറയാണ്, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി, വെറുതെ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇവളെന്ന് പറഞ്ഞിട്ട് രാജേശ്വരി തിരിച്ചു പോകുന്നുണ്ടോ. അങ്ങനെ രാജേശ്വരി പോകുമ്പോൾ തന്നെ പിന്നാലെ അഫ്സലും പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കും കാവേരി ആണെങ്കിൽ പെട്ടെന്ന് സ്കൂട്ടി നിർത്തുകയാണ്. എന്നിട്ട് ധന്യയോട് പറയണം, അല്ല നീ എന്തിനാ ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നത്? നിന്നെ ഇവിടെ നിന്ന് ജോലിക്ക് പിരിച്ചു വിട്ടില്ലല്ലോ, നിന്നെ അവർ എടുത്തില്ലേ, ഇനി നീ ചെന്ന് ജോലി ചെയ്തോന്ന് പറഞ്ഞിട്ട് ധന്യ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് പോവുകയാണ് കേട്ടോ.